കുറേ നാളായിട്ട് നമുക്ക് ലോ ബഡ്ജറ്റ് വീടുകളൊന്നും വരുന്നില്ലല്ലോ. ലോ ബഡ്ജറ്റ് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരസ്യം വന്നാലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 14 സെന്റിനടുത്ത് സ്ഥലമുണ്ട്. വീട് വന്നിട്ട് 1350 സ്ക്വയർ ഫീറ്റ് ആണ്. ഇത്രയും വലിയ വീടൊക്കെ ലോ ബഡ്ജറ്റ് കിട്ടും. ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് 65 ലക്ഷം രൂപ കൊടുക്കാം. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണറായിട്ടുള്ള ഡീലാണ്. ടോട്ടലായിട്ട് 13.25 സെന്റ് സ്ഥലമുണ്ട്. 1350 സ്ക്വയർ ഫീറ്റ് വീട് ഏകദേശം ഒരു 10-12 വർഷം ആ റേഞ്ചിൽ പഴക്കമുണ്ട്. പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള വെള്ളയാണിക്ക് അടുത്താണ്. അതായത് വെള്ളയാണി കല്ലിയൂര് ജംഗ്ഷനിൽ നിന്ന് ഒരു 200 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് നമ്മൾ പള്ളിച്ചൽ സൈഡിൽ നിന്ന് ആണ് വരുന്നതെങ്കിൽ പുന്നമൂട് ജംഗ്ഷൻ വരിക. അവിടെ നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ കല്ലിയൂര് ജംഗ്ഷൻ വരും. ജംഗ്ഷനിൽ പുന്നമൂട് സ്കൂളിന് എതിർവശം കാണുന്ന വഴി ആ റോഡാണെന്നുണ്ടെങ്കിൽ ഒരു 200 മീറ്റർ. അതുപോലെ തന്നെ നമ്മുടെ കല്ലിയൂരിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു കേരള ബാങ്ക് ഉണ്ട്. കേരള ബാങ്കിന്റെ സൈഡിലൂടെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതൊരു കനാല് കാണാം. അതിന്റെ കരയിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെത്താം. ആ രണ്ട് സൈഡിൽ നിന്നും കയറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വെള്ളയാണിയൊക്കെ നമുക്ക് ഇവിടെ തൊട്ടടുത്താണ്. കായല്, കിരീടം പാലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഈസി ആക്സസ് ആണ്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒത്തിരി ഉള്ള സ്പേസ് ആണ്. അതെ. പിന്നെ എങ്ങനെയാ വെച്ചാൽ നമുക്ക് മറ്റേ അഗ്രികൾച്ചറൽ കോളേജ് നമുക്ക് ഇവിടെ നിന്ന് NS തൊട്ടടുത്ത്, പിന്നെ പുന്നമൂടി എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വിഴിഞ്ഞ റോഡാണത്. വിഴിഞ്ഞത്ത് നിന്ന് കയറാം, വിഴിഞ്ഞ മുക്കോലയിൽ ചെന്ന് കയറാൻ പറ്റും. അപ്പൊ അങ്ങനെ ബൈപ്പാസിലേക്ക് ഈസി ആക്സസ് ഡെവലപ്പിംഗ് ഏരിയ കൂടിയാണ്. അത് തന്നെ. ഈ പ്രൈസിന് ഇതുപോലെ പ്രോപ്പർട്ടി കിട്ടത്തില്ല. അടുത്തുള്ള വീടുകളൊക്കെ നോക്കി എല്ലാം നല്ല വലിയ വീടുകൾ ഇരിക്കുന്ന ലൊക്കേഷൻ, അതിനകത്താണ് പ്രോപ്പർട്ടി. അതിനുശേഷം ഇത് ടോട്ടലായിട്ട് ഇത്രയും നോക്കുമ്പോൾ 13.25 സെന്റ് സ്ഥലമാണ്. ഈ ഫ്രണ്ടേജ് തന്നെ നമുക്ക് ഇവിടെ ഇനി ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം കിട്ടും. ആ റോഡ് ബേസ് ചെയ്ത് ഇവിടെ ഒരു വീട് വേണമെങ്കിൽ വെക്കാം. അതെന്താ ഇങ്ങോട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ചുറ്റോട്ടൊന്ന് കണ്ടിട്ട് നമുക്ക് അകത്ത് കാണിക്കാം. കിണറുണ്ടല്ലേ? വെള്ളത്തിന് നമുക്ക് നല്ല വെള്ളമുള്ള കിണറാണ് കേട്ടോ. ഇവിടെ പൈപ്പ് കണക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ നോക്കിയാൽ നമുക്ക് അടി വരേക്കും കാണാം. അത്രയും തെളിഞ്ഞ വെള്ളം. ഈ രീതിയിൽ ചുറ്റുവട്ടം. അതുപോലെ കായ്ക്കുന്ന ഒരു 4 തെങ്ങുണ്ട്. തേങ്ങയ്ക്ക് ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ പുറത്തായിട്ട് ഒരു സ്റ്റോർ റൂം, അവിടെ ഒരു പട്ടിക്കൂടും ചെയ്തിട്ടുണ്ട്. വീടിനകത്തോട്ടുള്ളത് കാണിച്ചു തരാം. വീട് വന്നിട്ട് താവൂക്കിലുള്ള കെട്ടാണ്, പക്ഷെ നീറ്റ് ആയിട്ട് ഇപ്പോഴും നല്ല പുത്തൻ കണ്ടീഷനിൽ. ഇതിൽ വേറെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാനില്ല, ക്ലിയർലി മെയിൻറ്റൈൻഡ് ആണ്. ഇവിടെ എന്താ അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോമൺ സ്പേസ്, അവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് വരും. ഇത് നമ്മുടെ കിച്ചൺ ആണ്. കിച്ചണിൽ വരുമ്പോഴത്തേക്കും ഇതുപോലെ സ്ലാബ് ചെയ്തിട്ട് അതിന്റെ അടിയിലേക്ക് തടിയിലുള്ള ഇതുപോലുള്ള അടച്ചിട്ട് എടുത്തിരിക്കുകയാണ്. ഇതിപ്പോ നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും മാറ്റാനോ ഒന്നുമില്ല കേട്ടോ. എല്ലാം നീറ്റ് കണ്ടീഷനിലാണുള്ളത്. അതിന്റെ മേളിലേക്കൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റോറേജ് കാണാം. വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അവിടെ വർക്ക് ഏരിയ ഉണ്ട്. ഇപ്പം ഗ്യാസിന്റെ ഒക്കെ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഓല മടൽ എടുത്ത് വെച്ച് കത്തിച്ചാലും ഇത് നമ്മുടെ ബാക്ക് യാർഡ്. ഇവിടെ ഒരു ടോയ്ലറ്റ് ശരിക്കും അവർ ചെയ്തിട്ടില്ല കേട്ടോ. ചുമ്മാ കെട്ടി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെയ്തെടുക്കാം. ബാക്കിൽ നോക്കിയാൽ ഒരു അടുക്കള തോട്ടം ചെയ്യണോ, അല്ലെങ്കിൽ ഒരു 10 കോഴിയെ വളർത്തണോ, അതിനെല്ലാം നമുക്ക് വീട്ടിന് ചുറ്റും സ്ഥലം കിട്ടും. നല്ലൊരു ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ 14 സെന്റിന്റെ സ്ഥലം കിടക്കില്ല. ഇവിടെ നമുക്ക് ഈ വീടിനകത്ത് വന്നിട്ട് 3 ബെഡ്റൂംസ് ആണ്. ആ കാണുന്ന ഒരു റൂം, ഈ കാണുന്ന റൂം, ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം. അല്ലാണ്ട് നമുക്കൊരു കോമൺ ബാത്റൂം ആ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. റൂമുകളെല്ലാം അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതുപോലെ കബോർഡ് സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് അടുത്ത റൂമാണ്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം എല്ലാം നല്ല കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഇതിനകത്ത് റെനോവേഷൻ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. നീറ്റ് ആയിട്ടുണ്ട്. അവിടെ മുകളിലൊരു ചെറിയ സ്പേസ് ഉണ്ട്. അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് സ്വന്തം ആവശ്യത്തിന് അവര് വെച്ചിട്ടുള്ള വീടാണ്. അല്ലാണ്ട് ഇങ്ങനെ വാങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു വീടെന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ടിരിക്കും. ഇവിടെ ആയിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം കാണാം. അപ്പൊ ആ ഒരു 2 ബെഡ്റൂമുകൾക്ക് ഈ ഒരു ബാത്റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിക്കാം. നമ്മൾ ഇതിനകത്ത് പരസ്യം ചെയ്യുന്ന റോള് മാത്രമേ ഉള്ളൂ കേട്ടോ. കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. 65 ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില. ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. NH നിന്നായാലും NH ബൈപ്പാസിലേക്കും ഈസി ആക്സസ് വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് വരാം. അടിപൊളി ലൊക്കേഷൻ. ഈ വിലയ്ക്ക് കിട്ടത്തില്ല, മിസ്സാക്കണ്ട, വേഗം വിളിച്ച് ഡീലായിരിക്കും.